ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു ബീഫ് മന്തിയാണ്. വീക്കെൻഡിന് പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ബീഫ് ഓവനിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണിത്. നല്ല ഫ്രേഗ്രൻറ്റ് റൈസും നല്ല റോസ്റ്റഡ് ബീഫും. അപ്പോൾ ഇത് മട്ടൺ വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ കാണിക്കുന്നത് ബീഫ് വെച്ചിട്ടാണ്. നോക്കാം. ഇതിനു വേണ്ടി 2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ 1 കിലോ എല്ലില്ലാത്ത ബീഫും 1 കിലോ നല്ല എല്ലുള്ള ബീഫും. അപ്പോൾ ഏകദേശം ഒരേ സൈസിലായിരിക്കണം ഇത് കട്ട് ചെയ്യണത്, അല്ലെങ്കിൽ വേവിന് പ്രശ്നം വരും പിന്നീട്. അപ്പോൾ നന്നായി കഴുകി ഡ്രെയിൻ ചെയ്ത ബീഫിലേക്ക് 5.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല ഫ്രഷായിട്ട് പിഴിഞ്ഞ നാരങ്ങനീര് 1/4 കപ്പ്. നാരങ്ങനീര് തീരെ കൂടി പോകരുത്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കറുകപ്പട്ട പൊടിച്ചതെന്ന് വെച്ചാൽ സിനമൺ പൗഡർ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് പാകത്തിന്. ഞാനൊരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് പരട്ടി ബീഫിൽ പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിലേക്ക് ഓലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓലിവ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ റെഗുലർ ഓലിവ് ഓയിൽ യൂസ് ചെയ്യണം. എക്സ്ട്രാ വെർജിൻ ഉപയോഗിക്കേണ്ട, കാരണം അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പം മന്തിൻ്റെ ബീഫിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. റെഗുലർ ഓലിവ് ഓയിൽ നന്നായി പരത്തി ഒരു 20 മിനിറ്റും കൂടി അത് മാറ്റി വയ്ക്കാം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് 4 കപ്പ് ബസ്മതി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വെള്ളം ക്ലിയർ ആവണ വരെയും കഴുകി ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ബീഫിൻ്റെ മാരിനേഷൻ സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് ആഡ് ചെയ്യാം. വെള്ളമൊന്നും ചേർക്കണില്ല. ആ മാരിനേഷന് വേണ്ടിയിട്ട് ഓയിലും അതെല്ലാം കൂടി ചേർക്കുന്നുള്ളൂ. എന്നിട്ടൊരു 12-14 വിസിൽ വരെ വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ബീഫ് ശരിക്കും നന്നായിട്ട് ടെൻഡറായി വേവിച്ചെടുക്കണം. ഇനി ഈ സമയത്ത് നമുക്ക് സ്പൈസസ് നോക്കാം. ചോറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ ഗ്രാമ്പൂ, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പച്ച ഏലക്കയുടെ കുരു മാത്രം ഊരിയെടുത്തത്, പിന്നെ 1 ടേബിൾ സ്പൂൺ കറുകപ്പട്ട, 4 കഷ്ണം ജാതിപത്രി, 4 ബേ ലീവ്സ്. അപ്പോൾ ചോറിന് വേണ്ടി ഈ ഹോൾ സ്പൈസസ് കൂടാതെ തന്നെ നമുക്ക് കുറച്ച് പൊടിച്ച സ്പൈസസ് വേണം. അതിനു വേണ്ടി 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതി സിനമൺ പൗഡർ, പൊടിച്ച കറുകപ്പട്ട, അതിലും കുറച്ച് കുറവ് ഗ്രാമ്പു പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കറുത്ത ഡ്രൈഡ് ലൂമി അതും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പകുതിയായിട്ട് മുറിച്ചിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ആദ്യം മാറ്റി വെക്കാം. ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഒരു ചൂട് കട്ടിയുള്ള നല്ലൊരു പാത്രത്തിൽ 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം അതിലേക്ക് ആ ഹോൾ സ്പൈസസ് ആഡ് ചെയ്യാം. നമ്മൾ മാറ്റി വെച്ചത് ഹോൾ സ്പൈസസ് മാത്രം, പൊടിച്ചതല്ല കേട്ടോ. ഇതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 ഇടത്തരം സൈസ് സവാള ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ സവാള ചേർക്കുന്നതിൻ്റെ ഒപ്പം കുറച്ചും കൂടി ഫ്ലേവർ വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്ന ഐറ്റംസ് ആണ് 1 ക്യാരറ്റ്, ഒരു ചെറിയ പച്ച ക്യാപ്സിക്കം, അതുപോലെ ഒരു 2 അല്ലി വെളുത്തുള്ളി. ഒന്നും കൂടി ഫ്ലേവർ കൂടും, അത് പക്ഷെ നിർബന്ധമല്ല. ക്യാപ്സിക്കവും ക്യാരറ്റും ഈ റൈസിലും നല്ല ടേസ്റ്റുമാണ്, കുറച്ച് കളറും കിട്ടും. ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സവാള നന്നായിട്ട് വഴറ്റണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ, ഒരു ഡീപ്പ് ഗോൾഡൻ ബ്രൗൺ, എന്നാൽ ഒട്ടും കരിയരുത്. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കരിഞ്ഞു പോയാൽ ഇത് ഈ പ്രോസസ്സ് മുഴുവൻ നിങ്ങൾ ആദ്യം മുതൽ ചെയ്യണം. അപ്പോൾ സൂക്ഷിച്ച് അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അതിലേക്ക് ഗോൾഡൻ ബ്രൗൺ ആയ ഉടനെ തന്നെ നമുക്ക് 8 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ ഒപ്പം പാകത്തിന് ഉപ്പ്, 4 കപ്പ് അരിക്ക് 3.5 ടീസ്പൂൺ ഉപ്പ് ആണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വേഗം തന്നെ ആ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കണം. ഒരുപാട് നേരം തിളയ്ക്കാൻ വിടരുത് കേട്ടോ.
എന്നിട്ട് റൈസ് ഇട്ട് കൊടുത്ത് അതൊന്നും കൂടി തിളച്ച് വരുമ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആ കൂടുതലുള്ള ഹോൾ സ്പൈസസ് എടുത്ത് മാറ്റാം. അതിൻ്റെ ഒരു നല്ല മണം ഓൾറെഡി ആ ഓയിലിന് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. റൈസിൻ്റെ ഒപ്പം കുറേ ഹോൾ സ്പൈസസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ കടി കിട്ടുമ്പോൾ അത്ര രസമില്ല. അതുകൊണ്ട് അത് കുറച്ച് മാറ്റാം. അതെന്നാൽ നമുക്ക് ഇനിയും സ്പൈസസ് ഉണ്ടല്ലോ പൊടിച്ച സ്പൈസസ് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം ആ ഡ്രൈഡ് ലൈമും ഉണ്ട്. ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ പിടി പുതിന ഫ്രഷ് മിൻറ്റ് ലീവ്സ് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ മല്ലിയില ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ടൈറ്റായിട്ട് മൂടി തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വേവുമ്പോൾ ആ വെള്ളം ഒന്ന് ഇങ്ങനെ ആയി കിട്ടും. ഈ ചോറ് ഇങ്ങനെ കാണാൻ പറ്റും. ആ വെള്ളം ഒന്നും വറ്റിയിട്ടില്ല കേട്ടോ. ഈ സ്റ്റേജിൽ നമുക്ക് പച്ചമുളക് ഒന്ന് ഇതിലേക്ക് കുത്തി കൊടുക്കണം. ടേസ്റ്റിനനുസരിച്ച് 8 10 പച്ചമുളക്, ചെറിയ പച്ചമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ടൈറ്റായിട്ട് മൂടി ആ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചോറ് നന്നായി വെന്ത് വെള്ളം വറ്റണ വരെയും കുക്ക് ചെയ്യാം. ഈ സമയത്ത് ഞാൻ ചെക്ക് ചെയ്ത് ബീഫ് വെന്തിട്ടുണ്ടോയെന്ന്. നന്നായി ടെൻഡർ ആയിട്ടുണ്ടാവണം ശരിക്കും. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി പ്രഷ് കുക്ക് ചെയ്തോ. ഓരോ വലിയ പീസ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അത് ശരിക്കും വെന്തിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആദ്യം തന്നെ ഏകദേശം ഒരേ സൈസിലായിരിക്കണം എല്ലാ പീസസും. ഇനി നമുക്കിത് കുറച്ച് നേരം തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. ആ ഗ്രേവി ഒന്നും കട്ടിയാവാം. ഒരുപാട് ഗ്രേവി പാടില്ല. ഇതിലേക്ക് മല്ലിയിലയും കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിയൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 200 ഡിഗ്രി സെൽഷ്യസ്. ഒരു ഓവൻ ട്രേയിൽ ഫോയിൽ പേപ്പർ വെച്ച് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആ ബീഫ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ബീഫ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആ പ്രീ ഹീറ്റ് ചെയ്ത് 200 ഡിഗ്രി സെൽഷ്യസ് ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ മുകളിൽ നിന്നും താഴെ നിന്നും ഹീറ്റുള്ള ഓവനിലാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് ചീനച്ചട്ടിയിൽ ചൂട് കട്ടിയുള്ള നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയിലിട്ട് പതുക്കനെ ഇങ്ങനെ വഴറ്റി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതും ചെയ്യാം. അപ്പോൾ ഇവിടെ ചോറ് നന്നായി വെന്ത് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി പച്ചമുളകൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ വെന്ത് അതിൻ്റെ ഒരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിംഗ് നോക്കാം. അപ്പോൾ ചോറ് പതുക്കെ എടുത്തിട്ട് ഒന്ന് വിതറി കൊടുക്കണം. അപ്പോൾ ആ കൂടുതലുള്ള ആവിയൊക്കെ ഒന്ന് പോകും. ലെയറായിട്ട് ഇതുപോലെ കുക്ക് ചെയ്ത പാത്രത്തിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് മാറ്റാം. പിന്നെ ഇവിടെ ഒരു ടീസ്പൂൺ സാഫ്രാൻ കുങ്കുമപ്പൂ ചൂടുവെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നു. അത് ഈ റൈസിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി കളറും കുറച്ചൊരു അതിൻ്റെ ഒരു സെൻറ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ നമ്മുടെ ബീഫ് നല്ല റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഈ ബീഫ് ശരിക്കും. അപ്പോൾ ഈ ബീഫ് നമുക്ക് ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനു വേണ്ടി കുറച്ച് മല്ലിയില, ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഗാർണിഷിന് വേണ്ടി മുകളിൽ ഇട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സവാള ഫ്രൈ ചെയ്തത് നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന പോലെ ഇതിനും വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി മന്തിയുടെ ഒപ്പം കൂട്ടുന്ന ആ മന്തി സാൽസ അല്ലെങ്കിൽ ചട്നി ഉണ്ടാക്കാം. അതിനു വേണ്ടി 4 വലിയ തക്കാളി, നല്ല റൈപ്പായിട്ടുള്ള പഴുത്ത തക്കാളി, അത് ഒന്ന് അടിച്ച് അതിലേക്ക് ഒരു വലിയ പിടി മല്ലിയിലയും ഒരു 3 ടേബിൾ സ്പൂൺ പുതിനയിലയും 2-3 പച്ചമുളകും അതിൻ്റെ ഒപ്പം 2-3 ടീസ്പൂൺ നാരങ്ങനീര് ഇതൊക്കെ കൂടി ചേർത്ത് അടിച്ച് നല്ലൊരു ചട്നി ആക്കിയെടുക്കാം. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് ആയതിനു ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് റെഗുലർ ഒലിവ് ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മുടെ ബീഫ് മന്തിയും അതിൻ്റെ കൂടെയുള്ള ഈ ചട്നിയും റെഡി ആയിട്ടുണ്ട്. രണ്ടും കൂടി നല്ല കോമ്പിനേഷനാണ്. പിന്നെ നിങ്ങൾക്ക് ഗാർലിക് സോസൊക്കെ വേണമെങ്കിൽ അതും ഉണ്ടാക്കാം. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടില്ലാണ്ട് എല്ലാവരും ഈ ബീഫ് മന്തി അല്ലെങ്കിൽ മട്ടൻ വേണമെങ്കിൽ മട്ടൻ വെച്ചിട്ട് മട്ടൻ മന്തി വീട്ടിലുണ്ടാക്കി നോക്ക്.
അപ്പോൾ എല്ലാവർക്കും ഷാന സ്പൈസസിൻ്റെ വക ഒരു ഹാപ്പി സൺഡേ, എൻജോയ് യുവർ വീക്കെൻഡ്. അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ.